ഡാഗോൻ്റെ തല തെറിച്ചു പോകട്ടെ. ഡാഗോൺസ് ഹെഡ് ഈസ് ഡിസ്ട്രോയിഡ്. വളരെ ആത്മീക ഗോളത്തിൽ സ്വർഗ കോടതിയിൽ നിന്ന് വിധി വാങ്ങിച്ച് ചിലപ്പോൾ നമുക്ക് പറയുവാൻ ദൈവം അധികാരം തരും. കുറേ നാളുകൾ 10-16 കൊല്ലമായിട്ട് വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പം ഈ വചനം കേട്ടിട്ടുള്ള പല കുടുംബങ്ങളിലും വിടുതലിൻ്റെ സമയമായി മാറിയിരിക്കുന്നു. നമ്മുടെ തന്നെയല്ല, നമ്മുടെ തലമുറകളുടെ നിരന്തരമായ പ്രാർത്ഥന കർത്താവിൻ്റെ സന്നിധിയിൽ എത്തിക്കഴിഞ്ഞിരിക്കുക. നമുക്ക് ദൈവസന്നിധിയിലേക്ക് ധൈര്യസമേതം കടന്നു വരാം. എന്തിന്? നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരു നല്ല വിധി എഴുതാൻ വേണ്ടി. അപ്പം ദൈവം തമ്പുരാൻ പറയുകയാണ്, കഴിഞ്ഞ ദിവസം 2 ദിവസം മുമ്പ് ഞാൻ പറഞ്ഞത്, പുരോഹിതനായിട്ടും രാജാവായിട്ടും പ്രവർത്തിക്കാനുള്ള കൃപ അല്ലെങ്കിൽ കഴിവ് നമുക്ക് തന്നിരിക്കുകയാണ്. രാജകീയ പുരോഹിത വർഗം. രാജകീയ പുരോഹിത വർഗമാണ് എങ്കിൽ നമ്മൾ രാജാവിൻ്റെ ജോലിയും പുരോഹിതൻ്റെ ജോലിയും ചെയ്യുവാൻ പുതിയ നിയമത്തിൽ യേശുക്രിസ്തു നമ്മൾ ആഹ്വാനം ചെയ്യുകയാണ്. ദൈവം യേശു കടന്നു വന്നത് നഷ്ടപ്പെട്ടതായ പറുദീസ തിരിച്ച് നമുക്ക് തരാനും പിതാവുമായിട്ടുള്ള ബന്ധം പുനഃസ്ഥാപിക്കാനുമാണ്. ആ പിതാവുമായിട്ടുള്ള ബന്ധം പുനഃസ്ഥാപിക്കുന്നതിനുള്ള ഏറ്റവും വലിയ തടസ്സം നമ്മൾക്കെതിരായിട്ട് വരുന്ന ശത്രുവാകുന്ന പിശാചിൻ്റെ അടവുകളാണ്. പലപ്പോഴും നമ്മളുടെ ജഡീക തലത്തിൽ നമ്മുടെ ആഗ്രഹങ്ങൾ എളുപ്പം സാധിപ്പിച്ചു തന്നിട്ട് നമ്മൾ ദൈവത്തിൻ്റെ വിശ്വസ്തതയിൽ നിന്നും അവൻ്റെ സ്വഭാവത്തിൽ നിന്നും സ്നേഹത്തിൽ നിന്നും അകറ്റിയിട്ട് ദൈവത്തിനെ മറുതലിച്ച് അല്ലെങ്കിൽ ദൈവത്തിനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ജനതയാക്കി നിത്യത നഷ്ടപ്പെടുത്താൻ പിശാച് എപ്പോഴും ശ്രമിക്കും. എന്നാൽ ആത്മീക ഗോളത്തിൽ അധികാരത്തോടെ കടന്നു വരുന്നവർക്ക് ഈ സത്യം മനസ്സിലാക്കിയാൽ വചനമാകുന്ന വാളയച്ചിട്ട് രണ്ടിനും വിഭജിച്ച്, അതായത് സത്യം എന്തെന്ന് നുണ എന്തെന്ന് അല്ലെങ്കിൽ കള്ളം എന്തെന്ന് മനസ്സിലാക്കി അതിനെ വെട്ടി വിഭജിക്കാൻ ദൈവം അധികാരം തന്നിരിക്കുകയാണ്. കർത്താവിൻ്റെ വചനം പറയുന്നത് ദൈവത്തിൻ്റെ വചനം ഇരുവാൾ തലയുള്ള വാളാണ്. അപ്പോൾ ഈ വാളെടുത്ത് ഉപയോഗിക്കാൻ ദൈവം നമ്മളെ പഠിപ്പിക്കുകയാണ്. ഉപയോഗിച്ചില്ലെങ്കിൽ വാൾ വീട്ടിയിരിക്കുന്നുണ്ട് ഒരു ഗുണമില്ല. അപ്പം ഞാൻ പലപ്പോഴും പ്രാർത്ഥിക്കുമ്പം കാണുന്ന ഒരു സത്യം എന്താണെന്ന് ചോദിച്ചാൽ, എൻ്റെ കൈയിട്ട് ആത്മീയ ഗോളത്തിൽ വചനം പറയുന്ന പ്രായമുള്ളവരും മെച്യൂരിറ്റി ഉള്ളവരുടെ കയ്യിൽ പലരുടെ കയ്യിലും വലിയ വാളുകൾ, അത് ആ വാളിന്മേൽ വജ്രം വെച്ചതായിരിക്കണം, ഡയമണ്ട്സ് പിന്നെ മുത്തുകൾ വെച്ചതായിരിക്കും, വിലപിടിപ്പുള്ള വാള് പ്രായം ചെന്ന് മെച്യൂറായിട്ടുള്ള ആളുകളെ യേശു തന്നെ കടന്നു വന്ന് ഏൽപ്പിക്കുന്ന കാണാം. എന്നാൽ എന്നെ അതിശയിപ്പിച്ചു അതല്ല, കൊച്ചു പിള്ളേർ 4 തൊട്ട് 5 വയസ്സ് വരെയുള്ള പിള്ളേരിൽ പോലും ചെറിയ വാളുകൾ കൊടുക്കുന്നത് ഞാൻ കാണാറുണ്ട്. അപ്പം അവരറിഞ്ഞോ അറിയാതെയോ ആത്മീക ഗോളത്തിൽ അവർ ജയം എടുത്ത് നിൽക്കുന്നത് ഈ അധികാരം അവരുടെ ഹൃദയത്തിലുണ്ട്. ഞാൻ എക്സാമ്പിളായിട്ട് ഞാൻ സൗദി അറേബ്യ വെച്ച് ഞങ്ങൾക്ക് നല്ല പ്രേയർ ഗ്രൂപ്പുണ്ട്. അതിൽ ഒരു മകള് അവരുടെ കൊച്ചു കുഞ്ഞിനെയും കൂടെ കൊണ്ടുവരുന്നത്. ആ കുട്ടിക്ക് അന്നേരം 2 വയസ്സ് കാണുമായിരിക്കും, 2 വയസ്സ് തികഞ്ഞ് കാണത്തില്ല. പക്ഷെ ഞങ്ങൾ ആദ്യമേ ഒന്നിച്ചുകൂടി പ്രാർത്ഥിക്കുന്നതിന് മുൻപ് വർത്തമാനം പറയാം, എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ചോദിച്ച് എന്താണെന്ന്. ഒരല്പസമയം കൂടി പോയാൽ ഉടനെ ഈ കുട്ടി കൈ 2 തലത്തോട്ട് വെച്ചിട്ട് ഹല്ലേലൂയാ ഹല്ലേലൂയാ ഇങ്ങനെ 2-3 പ്രാവശ്യം പറയുമ്പോൾ ഞങ്ങൾ പറയും, പ്രാർത്ഥിക്കാൻ സമയമായി, കൊച്ചു കുഞ്ഞ് പറയുന്നത് കേട്ടില്ലേ. അപ്പോൾ ഇതിൻ്റെ അമ്മ എന്നോട് എപ്പോഴും പറയും, അതെന്നാ ചേച്ചി ഈ മകൻ ഹല്ലേലൂയ പറയുമ്പോൾ സൂചി പോലെ ഇവൻ്റെ ഹല്ലേലൂയ സ്വർഗത്തിലോട്ട് കയറി പോകുന്നത് കാണുന്നല്ലോ എന്ന്. ദീസ് ആർ തിങ്സ് വിച്ച് വി ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. 2 വയസ്സുള്ള കുട്ടിയാണ്, അവനൊരു ഹല്ലേലൂയ പറയുന്നത് അത്രമാത്രം വിശുദ്ധിയിലാകയാൽ വലിയ പ്രയത്നമൊന്നും വേണ്ട, ആ ഹല്ലേലൂയ മേളിൽ ചെല്ലുന്നു സ്വർഗത്തിൽ. ഉടനെ തന്നെ ഞങ്ങൾ നിർത്തി പ്രാർത്ഥന തുടങ്ങും, പിന്നെ നമ്മളങ്ങ് തീ കത്തും. അപ്പോൾ ഇന്ന് നമുക്ക് ദൈവം തന്നിരിക്കുന്ന വചനം 1 സാമുവേൽ 5-ന്റെ 1 തൊട്ട് 5 വരെയുള്ള വാക്യമാണ് എടുത്തിരിക്കുന്നത്. ദാഗോൻ്റെ തല തെറിച്ച് പോകട്ടെ. ദൈവമക്കൾക്കെതിരായിട്ട് വരുന്ന ശത്രുവിനെ ദൈവം ഒരിക്കലും വെച്ചു പുലർത്താൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ നമ്മളൊരു എഡിക്റ്റ് അല്ലെങ്കിൽ ഒരു ഓർഡർ കോടതിയിൽ നിന്ന് വാങ്ങിക്കുന്നില്ല എങ്കിൽ അതുകൊണ്ട് പ്രസക്തിയില്ല. ഇപ്പം ഞാനൊരു വക്കീലാണ്, വക്കീലാണെന്ന് പറഞ്ഞുകൊണ്ട് പ്രയോജനം എന്തുവാ? ഒരാളുടെ കേസ് എടുത്ത് ആർഗ്യൂ ചെയ്തിട്ട് ഞാൻ ജഡ്ജിൻ്റെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുമ്പം ജഡ്ജ് ഒരു ഓർഡർ അല്ലെങ്കിൽ ജഡ്ജ്മെൻറ്റ് എഴുതി തന്നിട്ട് അത് എക്സിക്യൂട്ട് ചെയ്തിട്ടാണ് അവർക്ക് പ്രയോജനമുണ്ടാകുന്നത്. അത് തന്നെയാണ് സ്വർഗീയ കോടതിയിലെ പ്രവർത്തനം.
ആരുടെ പ്രശ്നം നമ്മൾ എടുക്കുന്നുവോ ആധികാരികമായിട്ട് നിന്ന് പ്രാർത്ഥിച്ചിട്ട് ദൈവീക ശക്തിയിൽ വിടുതലിൻ്റെ ശുശ്രൂഷ, വിടുതൽ പറയുമ്പോൾ അത് സ്വർഗം ഏറ്റെടുക്കും. ഉടനെ നമുക്ക് വേണ്ടി ആർഗ്യ ചെയ്യുന്നത് യേശുക്രിസ്തുവാണ്. പിതാവാം ദൈവം ജഡ്ജായിട്ട് നിൽക്കും, യേശുക്രിസ്തു വക്കീലായിട്ട് നിൽക്കും, പരിശുദ്ധാത്മാവ് വിറ്റ്നസ് സാക്ഷിയായിട്ടാണ് ഇതിന് നിൽക്കുന്നത്. അങ്ങനെയാണ് ആത്മാവ് ഇപ്പം കാണിക്കുന്നത്. സാക്ഷിയായിട്ട് നിൽക്കുക എന്ന് പറയുമ്പം, ദൈവം വക്കീലായിട്ട് പറയുമ്പം ഒരാൾ സാക്ഷിയും കൂടെ, അതായത് ഏറ്റു പറഞ്ഞത് കറക്റ്റാണെന്ന് പറയുമ്പോൾ രണ്ടുപേർ ഐക്യമത്യപ്പെട്ട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ സംഗതി സ്വർഗത്തിൽ ശരിയായി പിതാവാം ദൈവം ഓർഡർ പാസ്സാക്കും. അങ്ങനെ എത്ര പേര് ചെയ്യുന്നുണ്ട്. പലരും ഈ അവതാ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ വേണ്ടി ഓടി നടക്കുമ്പോൾ വചന അടിസ്ഥാനത്തിൽ നമുക്കറിയാവുന്ന സത്യങ്ങൾ വെച്ച് വിളിച്ചു പറയാമെങ്കിൽ ഉത്തരം കിട്ടും. വചനത്തിലേക്ക് കടക്കാൻ വചനം ഇങ്ങനെയാണ് വായിക്കുന്നത്. ഫിലിസ്ത്യർ 1 സാമുവേൽ 5. ഫിലിസ്ത്യർ ദൈവത്തിൻ്റെ പെട്ടകമെടുത്ത് അതിനെ എബൻ എസേറിൽ നിന്ന് അസ്തോദിലേക്ക് കൊണ്ടുപോയി. ആരാണ്? ഫെലിസ്ത്യർ. ദൈവമക്കൾക്ക് എതിരായിട്ടുള്ളവരാണ്. ഫെലിസ്ത്യർ ദൈവത്തിൻ്റെ പെട്ടകമെടുത്ത് ദാഗോൻ്റെ ക്ഷേത്രത്തിൽ കൊണ്ടുചെന്ന് ദാഗോൻ്റെ അരികെ വെച്ചു. ആരുടെ അടുക്കല? ഈ ദാഗോൻ എന്ന് പറയുന്നത് ചെറുതല്ല, നമ്മൾ കാണുന്ന പോലെ ചെറിയ വിഗ്രഹമൊന്നുമല്ല. ഒരു 2 നില കെട്ടിടം വലിപ്പത്തിലുള്ള സ്റ്റാച്യൂസാണ് ഇവരുണ്ടാക്കി വെക്കുന്നത്. അത് ഞാൻ എഫെസസിൽ ചെന്നപ്പോഴേ ആർട്ടിമസ് ഗോഡസ് എന്ന് പറയുന്നത് ഇവരുടെ ഗോഡസ് ഓഫ് ഫെർട്ടിലിറ്റി, അതായത് ഉൽപാദനത്തിൻ്റെ ദേവതയായിട്ടാണ് അവർ കാണുന്നത്. ഞാൻ വിചാരിച്ചൊരു ചെറിയ സ്റ്റാച്യു അല്ലായിരിക്കും, പക്ഷേ അവിടെ ചെന്ന് 2 നിലയോളം പൊക്കമുള്ള ഒരു സ്ത്രീയാണ്, അവരെയാണ് ഒരു സ്റ്റാച്യു ആയിട്ട്. അതിന് ധാരാളം ബ്രസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, കാരണം ഫെർട്ടിലിറ്റി കാണിക്കാൻ വേണ്ടി. അതിനെയാണ് അവർ വർഷിപ്പ് ചെയ്യുന്നത്. നമ്മൾ കാണുന്ന പോലെ ചെറിയ വിഗ്രഹങ്ങളല്ലാതെ വലിയ വിഗ്രഹങ്ങളുണ്ടാക്കി സത്യദൈവത്തിന് വിപരീതമായിട്ട് വെക്കുന്ന ഒരു ദേവൻ്റെ മുൻപിൽ ദൈവത്തിൻ്റെ വിശുദ്ധ ജനത്തിൻ്റെ പെട്ടകമെടുത്തുകൊണ്ട് ആ ദാഗോൻ്റെ മുമ്പിൽ കൊണ്ടുവച്ചിരിക്കുകയാണ്. വളരെ ലജ്ജാകരമായൊരവസ്ഥയാണ്. പലപ്പോഴും നമ്മുടെ മക്കൾ നമ്മുടെ വീട്ടിൽ ഇരിക്കേണ്ടത് ദുഷ്ടൻ എടുത്തുകൊണ്ട് അവൻ്റെ വീട്ടിൽ കൊണ്ട് വെച്ചിരിക്കുകയാണ്. മതി എന്ന് പറയാൻ, അധികാരത്തോടെ പറയാൻ നമ്മൾ എഴുന്നേൽക്കണം. അത് ചില സന്ദർഭങ്ങൾ പരിശുദ്ധാത്മാ പറയാം, ധൈര്യമായിട്ട് പറ. അത് പറയുന്നിടം വരെ അത് പറയണമെങ്കിലും പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഈ സാച്ചുറേഷൻ എന്ന് പറയും. അതായത് നമ്മളിങ്ങനെ കേസ് ആർഗ്യ ചെയ്ത് കഴിഞ്ഞിട്ട് അവസാനം ഇതിനാൽ ഈ കേസ് ജയിച്ചേ പറ്റൂ എന്ന് നമ്മൾ വക്കീലന്മാരും ആർഗ്യ ചെയ്യുന്നത് പോലെ. കാരണം നിയമങ്ങളെല്ലാം നിരത്തി വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ദൈവസന്നിധി പറയുകയാണ്, എന്തൊക്കെ പ്രശ്നമുണ്ടെങ്കിലും എനിക്കറിഞ്ഞുകൂടാ, കർത്താവിൻ്റെ രക്തത്താൽ കുഞ്ഞുങ്ങളുടെ ബന്ധനങ്ങളെയും പാപങ്ങളെയും ശാപങ്ങളെയും കുരിശിന്മേൽ ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുന്നതിനാൽ ഇനി ഒരു ദുഷ്ടശക്തിക്കും നമ്മുടെ മേലോ നമ്മുടെ മക്കളുടെ മേലോ കുഞ്ഞുങ്ങളുടെ മേലോ അവകാശം ഇല്ല എന്ന് നമ്മൾ ധൈര്യമായിട്ട് പറഞ്ഞു വെച്ച് റിലീസ്, ലെറ്റ് മൈ പീപ്പിൾ ഗോ to worship the living God. ഇതാണ് ദൈവത്തിൻ്റെ ആത്മാവ്. അപ്പോൾ ലെറ്റ് മൈ പീപ്പിൾ ഗോ ടു വർഷിപ്പ് ദ ലിവിങ് ഗോഡ് എന്ന് പറയുമ്പം ആ പറയാനുള്ള ധൈര്യം പലപ്പോഴും നമ്മൾ പ്രാർത്ഥിച്ചിട്ട് നമുക്ക് പറയാൻ അറിയാൻ വയ്യാത്തപ്പോഴായിരിക്കും വേറെ ഒരു ആത്മീയ ഗോളത്തിൽ ഡെലിവറൻസ് നടത്തുന്ന അച്ഛന്മാർ, പാസ്റ്റേഴ്സ്, അവരൊക്കെ അറിഞ്ഞോ എന്നല്ലെങ്കിൽ നമ്മൾ അവരുടെ മീറ്റിങ്ങിൽ പോയിരിക്കുമ്പം ഒരു ദൂത് വരുന്നത് ഇതാണ്. കാരണം നമ്മൾ പ്രാർത്ഥിച്ച വിഷയത്തിന്മേൽ അവർ ജഡ്ജ്മെൻ്റ് അല്ലെങ്കിൽ വിധി പ്രഖ്യാപിച്ചു പറയും. ഒരാൾക്ക് വിടുതൽ തന്നിരിക്കുന്നു, രോഗശാന്തി കിട്ടിയിരിക്കുന്നു, ഇന്ന പേര് വിളിച്ച് പറയുന്നു. ഇതൊക്കെ സംഭവിക്കുന്നത് അതുകൊണ്ടാണ്. അത് ഇന്നും നടന്നേ പറ്റത്തുള്ളൂ. കാരണം യേശു ജീവിച്ചിരുന്ന കാലത്ത് നടന്ന എല്ലാ അതിശയങ്ങളും ഇപ്പോഴും നടക്കുന്നുണ്ട്. അപ്പം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുകയാണ്, ദാഗോൻ്റെ ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ വെച്ചപ്പം ദൈവത്തിന് സങ്കടം. അവരെന്ന് നോക്കി, പിറ്റേന്നാൾ രാവിലെ അസ്തോദ്യർ എഴുന്നേറ്റപ്പോൾ ദാഗോൻ യഹോവയുടെ പെട്ടകത്തിൻ്റെ മുമ്പിൽ കവിഞ്ഞ് വീണുകൾ. ഈ വലിയതായ വിഗ്രഹം ദൈവത്തിൻ്റെ പെട്ടകത്തിൻ്റെ മുമ്പിൽ കമന്ന് കിടക്കുകയാണ്. നീക്കാനൊക്കത്തില്ല, കിടക്കുന്നു. അവർ വിചാരിച്ചത് അങ്ങനെ അറിയാതെ വീണായിരിക്കുന്നു. അവർ പിന്നെ അതിനെ നൂർത്ത് വെച്ചു. പിറ്റേന്നാൾ രാവിലെ അവർ എഴുന്നേറ്റപ്പോൾ ദാഗോനെ യഹോവയുടെ പെട്ടകത്തിന് മുമ്പിൽ കവിഞ്ഞ് വീണ് കിടക്കുന്നുണ്ട്. ദാഗോൻ്റെ തലയും അവൻ്റെ കൈപ്പത്തികളും ഉമ്മരപ്പടിമേൽ മുറിഞ്ഞ് കിടന്നു. ദാഗോൻ്റെ ഉടൽ മാത്രം ശേഷി. അതുകൊണ്ട് ദാഗോൻ്റെ പുരോഹിതന്മാരും ദാഗോൻ്റെ ക്ഷേത്രത്തിൽ കിടക്കുന്നവർ അസ്തോദിൽ ദാഗോൻ്റെ ഉമ്മരപ്പടിമേൽ ഇന്നും ചവിട്ടുമാറില്ല. എന്തൊരു മനോഹര! നമ്മൾ പറയുന്നത് എൻ്റെ ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്ന പേടകമാണ് നമ്മളിപ്പോൾ. പുതിയ നിയമത്തിൽ വളരെ അബ്സല്യൂട്ട് ട്രൂത്താണ് ഞാൻ പറയുന്നത്. വി ആർ ദ ടെമ്പിൾ ഓഫ് ദ ലിവിങ് ഗോഡ്. അതായത് എന്നെ ഉള്ളിൽ വസിക്കുന്നത് കർത്താവിൻ്റെ ആത്മാവായിപ്പം. 1:3-16 പറയുന്നുണ്ട്, ഞാനല്ല. അപ്പോൾ എന്നിൽ നിന്ന് എന്നെ ഒരു ചാനലായിട്ട് ഉപയോഗിക്കുന്നുവെങ്കിൽ ഒരു 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 വചനം പറഞ്ഞ് എഡിക്റ്റ് അല്ലെങ്കിൽ ജഡ്ജ്മെൻറ്റ് പറയുന്ന ഒരു വ്യക്തിയാക്കി മാറ്റിക്കഴിഞ്ഞാൽ ഞാൻ പറയേണ്ടത് പറയണം. ബിക്കോസ് പവർ കംസ് ഫ്രം സെയിങ് ഇറ്റ് അലൗഡ്. നമ്മൾ ഉറക്കെ പറയുന്നില്ലെങ്കിൽ ആത്മീയ ഗോളത്തിൽ ഒന്നും ചെയ്യാനൊക്കത്തില്ല.
വളരെ ശ്രദ്ധയോടുകൂടെ നിന്ന് നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കാമെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ അധികാരത്തോടെ ഞാൻ പറയാം, നമ്മുടെ കുടുംബങ്ങളിൽ ആരെയൊക്കെ ദൈവത്തിൻ്റെ ആത്മാവിന് വിപരീതമായിട്ട് കള്ളു കുടിക്കായിരിക്കാം, മ്ലേച്ഛതയ്ക്കായിരിക്കാം, ബുദ്ധിഹീനതയായിരിക്കാം, പഠിച്ചിട്ട് ജോലി ചെയ്തിട്ട് പിന്നെ ഡോക്ടറായിട്ട് ജോലിക്ക് പോകാതിരിക്കുന്നതായിരിക്കാം, ഏത് ബന്ധനമാണെങ്കിലും അധികാരമുള്ള യേശുവിൻ്റെ നാമത്തിൽ ഈ നമ്മുടെ കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുന്ന ദാഗോൻ്റെ തല തെറിച്ചു വീഴും. കാരണം നമ്മളിവിടെ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയുടെ ശക്തി സ്വർഗം അംഗീകരിച്ചിട്ട് അവൻ്റെ തല തെറിപ്പിക്കുന്ന ദൈവം തന്നെത്താൻ ഇറങ്ങി വന്ന് പ്രവർത്തിക്കും. ഓർക്കണേ, ശത്രുപക്ഷത്ത് നിൽക്കുന്നു, ശത്രുപക്ഷത്തിൻ്റെ നടുക്ക് അവൻ്റെ ദേവൻ്റെ മുമ്പിൽ കൊണ്ട് ദൈവത്തിൻ്റെ പെട്ടകം വെച്ചപ്പോൾ ദൈവത്തിന് സഹിച്ചില്ല. നമ്മുടെ കുഞ്ഞുങ്ങൾ ദൈവത്തിൻ്റെ പെട്ടകമാണ്, നമ്മൾ ദൈവത്തിൻ്റെ പെട്ടകമാണ്. നമ്മൾ അന്യദേവൻ്റെ സ്ഥലത്ത് പോയി അവൻ്റെ മുമ്പിൽ മുട്ടുകുത്തേണ്ടിയവരല്ല എന്നുള്ള ബോധം നമുക്ക് വരുമ്പോൾ നമ്മളെ എത്ര ശത്രു പിടിച്ചുകൊണ്ട് പോയാലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് ഒരു നിമിഷം മതി, റിലീസ് ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അധികാരത്തോടെ ഞാൻ പറയുകയാണ്, ദൈവമക്കളുടെ മേലുള്ള നിൻ്റെ കളി തീർന്നിരിക്കുന്നു. ശത്രു എത്ര വലുതാണെന്ന് തോന്നിയാലും അവൻ വലുതൊന്നുമല്ല. കാരണം യെശയ്യാ പ്രവാചകൻ പറയുന്നുണ്ട്, 14-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, വെറും ചുള്ളിയാന്ന് ഇവനാണോ നമ്മളെ ഉപദ്രവിച്ചതെന്ന്. നമ്മൾ ആവശ്യമില്ലാത്ത വലിപ്പം ഇതിന് കൊടുക്കണ്ട. എന്തിനാണ് ഞാനിത് പറയുന്നതെന്ന് ചോദിച്ചാൽ, അനേക മക്കളുടെ ഉള്ളിൽ അവരുടെ മക്കളെക്കുറിച്ചുള്ള ഭാരമുണ്ട്, മക്കൾ ജോലിക്ക് പോകാതിരിക്കുന്നുണ്ട്, പിന്നെ നമ്മുടെ പണസംബന്ധമായ ബിസിനസ് ചെയ്തിട്ട് ഒരു തരത്തിൽ കയറാൻ വയ്യാതെ. കഴിഞ്ഞ ദിവസം ഞാൻ ഒരിടത്ത് എന്ന് പറഞ്ഞു, ബിസിനസ് മുൻപോട്ട് കയറാനൊക്കത്തില്ല, വായുമണ്ഡലത്തിൽ അന്ധകാര ശക്തി നമുക്കെതിരായിട്ട്. എന്തുകൊണ്ട് നമ്മൾ കിഴക്ക് പടിഞ്ഞാറ് വടക്കേ തെക്കേ നോക്കിക്കൊണ്ട് അധികാരത്തോടെ സംസാരിക്കാൻ പഠിക്കുന്നില്ല? അല്ല, ഇത് ആദ്യ സ്റ്റേജ് അല്ല കേട്ടല്ലോ. ഇത് ആത്മീക ഗോളത്തിൽ പക്വത അല്ലെങ്കിൽ മെച്യൂരിറ്റി വന്നവർക്ക് മനസ്സിലാക്കത്തക്ക വലിയ സത്യങ്ങളാണ് ഇത് ദൈവം നമ്മളെ പഠിപ്പിക്കുന്നത്. അത് നമ്മൾ നമ്മുടെ തലമുറകൾക്ക് വേണ്ടി ഉപയോഗിക്കണം. ലെറ്റ് മൈ പീപ്പിൾ ഗോ ടു വർഷിപ്പ് ദ ലിവിങ് ഗോഡ്. അത് ജീവനുള്ള ദൈവത്തിന്. ഇനി അവന് ശത്രുവിന് അത് തന്നെയല്ലേ വേദപുസ്തകത്തിൽ പറയുന്നുണ്ട്. ഈ 1 സാമുവേൽ 5-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ഈ ദാഗോൻ്റെ പൂജ നടത്തുന്ന അതായത് അതുകൊണ്ട് ദാഗോദിൻ്റെ പുരോഹിതന്മാരും ദാഗോൻ്റെ ക്ഷേത്രത്തിൽ കടക്കുന്നവരും അസ്തോദിൽ ദാഗോൻ്റെ ഉമ്മരിപ്പടിമേൽ ഇന്നും ചവിട്ടുകയില്ല. മനസ്സിലായോ? ആരാ? പെട്ടകത്തിൻ്റെ സത്യദൈവത്തിൻ്റെ പെട്ടകത്തിൻ്റെ മുൻപിൽ കൊണ്ടുവച്ചിരുന്ന ദാഗോൻ്റെ തല തെറിച്ചുപോയി, കയ്യും കാലും മാറിപ്പോയി. പിന്നെ അതിനെ പ്രതിഷ്ഠിക്കാനില്ലാത്തവണ്ണം അവർക്ക് മനസ്സിലായി, ഇനി ഈ ദൈവത്തിൻ്റെ എതിരായിട്ട് നിന്നാൽ അവരുടെ ദേവനെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളവരെ എടുക്കാൻ എളുപ്പമല്ലേ? യു അണ്ടർസ്റ്റാൻഡ്? എപ്പോഴും ഓർക്കണം, ആത്മീക ഗോളത്തിൽ സ്പിരിച്വൽ റെലമിൽ ഒരു അതോറിറ്റി ഉണ്ട്. ആ ആത്മീക ഗോളത്തിലെ സ്പിരിച്വൽ അതോറിറ്റി നമ്മൾ സ്ഥാപിക്കുന്നത് ദിനം പ്രതി ദൈവവുമായിട്ടുള്ള പ്രാർത്ഥനയും ബന്ധവുമായിട്ടാണ്. അത് വചനാടിസ്ഥാനത്തിലാണ് നമുക്ക് കിട്ടുന്നത്. ആ ബലം പല കുടുംബങ്ങളിലും പ്രായമായ വ്യക്തികളാണ് എക്സസൈസ് ചെയ്യുന്നത്. ഇപ്പം പ്രായമായ വ്യക്തികൾ ഭവനങ്ങളിൽ ഇല്ലല്ലോ, എന്നാൽ അവരുടെ പ്രാർത്ഥന ചോദിക്കുന്ന കുടുംബങ്ങളില്ലല്ലോ. കൊച്ചുമക്കൾ പോയിട്ട് മക്കൾ പോലും ചോദിക്കാത്തൊരു. എന്നാൽ ഞാൻ ഓർക്കുന്നുണ്ട്, ഈ കൊട്ടാരക്കര താമസിക്കുന്ന സമയത്ത്, ഇപ്പോൾ ഞങ്ങൾ തിരുവല്ലയിലാണ്, നല്ലവണ്ണം ഇടിമിന്നൽ വരും. അവിടെ ഗ്ലാസ് ഉണ്ട്, വീടിന് ചുറ്റും ഗ്ലാസ്സുകൾ, ഒത്തിരിയും ഗ്ലാസ്സുകളുണ്ട്. മിക്ക വീടുകളിലെയും ഞങ്ങൾ താമസിക്കുന്നതിന് ഗ്ലാസ്സാണ് ചുറ്റും. നല്ല വെട്ടം കയറുന്ന ഇഷ്ടമുള്ള കൂട്ടത്തിൽ ഞങ്ങൾക്ക്. അപ്പം ആ വീടിനത് ഇടിമിന്നലായിരിക്കും, നല്ല പ്രകാശം വരും. അപ്പോൾ നമ്മുടെ കൊച്ചുമോൻ അന്ന് അവന് 2.5-3 വയസ്സേ ഉള്ളൂ. അപ്പോൾ അവൻ എന്നോട് തിരിച്ചിങ്ങോട്ട്, അമ്മച്ചി പ്രാർത്ഥിക്കുക, പ്രേ ഹാർഡർ എന്ന് പറയും. കാരണം ഇടിമിന്നലായിരിക്കുമ്പോൾ അവന് പേടിയാകുമ്പോൾ അവൻ്റെ ഉള്ളിലൊരു വിചാരമുണ്ട്, ഈ വല്യമ്മച്ചി പ്രാർത്ഥിച്ചാൽ അവൻ ഈ ഇടിമിന്നലൊന്നും തൊടത്തില്ലെന്ന്. അങ്ങനെ തന്നെ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ അന്നേരം ചിന്തിക്കും, കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പോലും അറിയാം ആരിലാണ് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നത്. നമ്മൾ ഓരോരുത്തരോട് ഞാൻ പറയട്ടെ, നിങ്ങൾ ഏത് സെക്ഷനായിക്കോട്ടെ, വിശ്വാസികളുടെ കൂട്ടത്തിൽ ഏത് സെക്ഷനായിക്കോട്ടെ, അതൊന്നും പ്രശ്നമല്ല. വചനാടിസ്ഥാനത്തിൽ നിന്ന് നമ്മുടെ കുടുംബങ്ങളുടെ മേലെ അധികാരത്തോടെ സംസാരിച്ച് അനുഗ്രഹങ്ങൾ പറഞ്ഞ് പ്രൊട്ടക്റ്റീവ് കവറിങ് അത്യുന്നതൻ്റെ മറവിൽ കൊണ്ടുവന്ന് നിർത്തി കുടുംബങ്ങളെയും മക്കളെയും വളർത്തിയെടുക്കുക. ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ട് ദാഗോൻ്റെ തല തെറിപ്പിച്ച് കുഞ്ഞുങ്ങൾക്കും നമ്മുടെ കുടുംബങ്ങൾക്കും വിടുതൽ തന്നിരിക്കുന്ന ദിവസമാണ്. ഡേറ്റ് ഇട്ട് കുറിച്ച് നോക്കിക്കോ. ദൈവം അത് സംഭവിച്ചതായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഉടനടി കാണാൻ സാധിക്കും. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹങ്ങൾ ലഭിക്കുമ്പോൾ ദൈവത്തിന് നന്ദി പറയുന്നവരായി മാറുക. ബാക്കിയെല്ലാം ദൈവം ചെയ്തോളും. നമുക്ക് പ്രാർത്ഥിക്കാം. നാഥാ, നിൻ്റെ മുൻപിലേക്ക് ഞങ്ങൾ കടന്നു വരികയാണ്.
അതിരാവിലെ തോറും നിൻ്റെ സന്നിധിയിൽ ഓടി വന്നു നമ്മുടെ മക്കളെ, നമ്മുടെ ഭർത്താക്കന്മാരെ, ഭാര്യമാരെ, അതുപോലെ നമ്മുടെ മാതാപിതാക്കളെ, മക്കളെ, കൊച്ചുമക്കളെ, ഞങ്ങൾക്കുള്ള വസ്തുക്കൾ, വാഹനങ്ങൾ, മൃഗങ്ങൾ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന എല്ലാം നീ ദാനമായിട്ട് തന്നതാണ്. അത് ശത്രുപക്ഷത്ത് പോയിരിക്കാനൊക്കത്തില്ല. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഒരിക്കലും ശത്രുപക്ഷത്ത് പോയിരിക്കാനൊക്കത്തില്ല. അറിവില്ലായ്മയുടെ കാലത്ത് ഞങ്ങളുടെ പ്രാർത്ഥനയുടെ ബലഹീനത കൊണ്ടോ തലമുറകളുടെ ശാപം കൊണ്ടോ ഒക്കെ അവർ പോയിട്ടുണ്ടെങ്കിൽ കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്, കാൽവറി ക്രൂശിൻ്റെ ജയത്താൽ നീ ശത്രുവിൻ്റെ ശക്തിയെ ഇല്ലാതാക്കി. പഴയ നിയമം നിഴലാണ്, പുതിയ നിയമത്തിൽ യേശുക്രിസ്തു ക്രൂശിൽ കയറിയപ്പോൾ കൊളോഷ്യൻസ് 2:14 പറയുന്നുണ്ട്, വാഴ്ചകളെ അധികാരങ്ങളെ സർവായുധവർഗം വെപ്പിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധ ശക്തിയിൽ ക്രൂശിന്മേൽ ശത്രുവിനെ തറച്ച് അവനെ പരസ്യമായിട്ട് പരോക്ഷമാക്കി കാണിച്ചു തന്നിരിക്കുക. അവൻ്റെ സകല തന്ത്രങ്ങളും നശിച്ചിരിക്കുന്ന കർത്താവേ, ആ സ്ഥിതിയിൽ ഞങ്ങൾ ധൈര്യത്തോടെ നിൻ്റെ സന്നിധിയിൽ വന്ന് സ്തോത്രയാഗത്തോടെ, ബലത്തോടെ, നൃത്തത്തോടെ, പാട്ടുകളോടെ കർത്താവേ നിൻ്റെ സന്നിധിയിൽ വന്ന് ഞങ്ങളുടെ ദൈവത്തിൽ നിന്ന് വിജയം വാങ്ങിച്ചെടുത്ത് കർത്താവേ, ജയത്തിൻ്റെയും ഉല്ലാസത്തിൻ്റെയും ഘോഷം നീതിമാന്മാരുടെ ഭവനത്തിലുള്ളത് ഞങ്ങൾ ചോദിച്ചു വാങ്ങിക്കുന്നു. യഹോവ എഴുന്നള്ളിയിരിക്കുന്നു, ശത്രുക്കൾ ചിതറിപ്പോയിരിക്കുന്നു. യഹോവ എഴുന്നള്ളിയിരിക്കുന്നു, ശത്രുക്കൾ ചിതറിപ്പോയിരിക്കുന്നു. കുറഞ്ഞെന്ന് കഴിഞ്ഞ് ഞാൻ അവനെ നോക്കി, കുറഞ്ഞെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കി ദുഷ്ടനെ, പിന്നെ അവനെ കണ്ടില്ല. പ്രാദേശികമായ പച്ചവൃക്ഷം പോലെ അവൻ തഴച്ചു വളർന്നു നിന്നു. പക്ഷെ കുറഞ്ഞു കഴിഞ്ഞപ്പോൾ അവിടെ അവൻ ഇല്ലായിരുന്നു കർത്താവേ. അങ്ങനെ ശത്രുവിനെ ഉന്മൂലനാശം ചെയ്ത് ഇല്ലാതാക്കിയ ദൈവത്തിൻ്റെ പരിശുദ്ധ നാമത്തിന് നന്ദി പറയുന്നു. പ്രാർത്ഥനയായിട്ട് ഞങ്ങളെ അനുഗ്രഹിച്ച ദൈവത്തിന്, വിടുതൽ എന്ന ദൈവത്തിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ ആമേൻ.